ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമ്പനയിൽ കണ്ടതാണ് ഓൾഡർ ആൻഡ് എൽഡർ. ഓൾഡർ, എൽഡർ, ഈ രണ്ട് വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിൽ നിരന്തരം ഉപയോഗിക്കുന്നതാണ്, കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നിപ്പിക്കാവുന്ന രണ്ട് വാക്കുകൾ ഓൾഡർ, എൽഡർ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ രണ്ട് വാക്കുകളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ബന്ധമുണ്ടോ, എന്തെങ്കിലും സാമ്യതകളുണ്ടോ, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾഡർ ആൻഡ് എൽഡർ. ഓൾഡർ ആൻഡ് എൽഡർ. ഓക്കെ, ഇപ്പോൾ പല ആളുകളുടെ മനസ്സിലും ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും, ഓൾഡർ ആൻഡ് എൽഡർ ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ, ഏതാണ്ട് അർത്ഥം ഒന്ന് തന്നെയല്ലേ? യെസ്, ഞാനും പറയുന്നു ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. എന്നാൽ മൊത്തത്തിൽ നമുക്ക് ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസത്തെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. നമുക്ക് സമയം കളയണ്ട, നമുക്ക് ആ ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം. യെസ്, ആദ്യം ഞാൻ പറയട്ടെ, ഇവ തമ്മിലുള്ള ഒരു ബന്ധം, ഒരു സാമ്യത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് പദങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് പ്രായക്കൂടുതലുള്ള വസ്തുക്കൾ, വ്യക്തികൾ, ഇവയെ പറ്റി പറയുന്ന സമയത്താണ്. പ്രായക്കൂടുതൽ മീൻസ് കൂടുതൽ ഏജുള്ള വസ്തുക്കളായാലും അതുപോലെ തന്നെ മനുഷ്യരായാലും ആളുകളായാലും ഇവരെയൊക്കെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഓൾഡർ ആൻഡ് എൽഡർ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആളുകളെ പറ്റി പറയുകയാണ്. ഇപ്പോൾ നമ്മൾ വ്യക്തികളെ ഇങ്ങനെ കമ്പാരിസൺ ചെയ്ത് പറയുന്ന സമയത്ത്, അവരുടെ പ്രായം ഇങ്ങനെ കമ്പാരിസൺ ചെയ്ത് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ ഓൾഡ് എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഓൾഡ് ഏജ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രായമുള്ള ആളുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ആളുകളെയാണ് നമ്മൾ ഓൾഡർ പീപ്പിൾ എന്ന് വിളിക്കുന്നത്, ഓൾഡ് എന്ന് വിളിക്കുന്നത് അല്ലേ? മനസ്സിലായി, ഈ ഓൾഡ് എന്ന് പറയുന്നത് പ്രായക്കൂടുതലുള്ള ആളുകളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ എൽഡർ ഉപയോഗിക്കുന്നത്. ആ ഒരു പ്രായക്കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എൽഡറും ഉപയോഗിക്കുന്നത്. ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട സാമ്യത, ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. നമ്മൾ ഓൾഡർ എന്നുള്ള ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തികളെ കുറിച്ചും പറയാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് വസ്തുക്കളെ കുറിച്ചും പറയാൻ പറ്റും. എന്നാൽ നമ്മൾ എൽഡർ എന്ന് പറയുന്ന ആ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് വസ്തുക്കളെ കുറിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് ആളുകളെ കുറിച്ച്, വ്യക്തികളെ കുറിച്ച് മാത്രമാണ് നമുക്ക് കമ്പാരിസൺ ചെയ്തിട്ട് പറയാൻ പറ്റുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓൾഡർ എന്നുള്ള വേർഡ് കൊണ്ട് നമുക്ക് വസ്തുക്കളെ പറ്റിയും പറയാം, അതുപോലെ തന്നെ വ്യക്തികളെ പറ്റിയും പറയാം. എൽഡർ എന്നുള്ള വേർഡ് കൊണ്ട് നമുക്ക് വ്യക്തികളെ കുറിച്ച് മാത്രമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു വുമൺ, അവർക്ക് എന്തുണ്ട്, രണ്ട് മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഒരു 15 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയും അതുപോലെ തന്നെ ഒരു 18 വയസ്സുള്ള ഒരാളും, ഒരു മകനും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ രണ്ടുപേരാണ് കേട്ടോ. ഇപ്പോൾ അവരെ കുറിച്ച് കമ്പാരിസൺ ചെയ്ത് പറയുന്ന സമയത്ത് ആ ഒരു സ്ത്രീ പറയാണ്, ഹി ഈസ് ഓൾഡർ ദാൻ ഹിം. ഹി ഈസ് ഓൾഡർ ദാൻ ഹിം. ഇവന് അവനേക്കാൾ പ്രായമുണ്ട്. ഹി ഈസ് ഓൾഡർ ദാൻ ഹിം. ഇവന് അവനേക്കാൾ പ്രായമുണ്ട്. അവിടെ നമ്മൾ ഓൾഡർ എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹി ഈസ് ഓൾഡർ ദാൻ ഹിം. ഈ സെന്റൻസ് തന്നെ നമുക്ക് എൽഡർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്, ഹി ഈസ് മൈ എൽഡർ സൺ. ഹി ഈസ് മൈ എൽഡർ സൺ. അതായത് 18 വയസ്സുള്ള കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് അവനെ അടുത്ത് നിർത്തിയിട്ട് അവനെ പറ്റിയാണ് ഈ പറയുന്നത്. എന്താ പറയുന്നത്? ഹി ഈസ് മൈ എൽഡർ സൺ. അവനാണ് എൻ്റെ മൂത്ത മകൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൾഡർ ആൻഡ് എൽഡർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ ഓൾഡർ ഉപയോഗിക്കുന്നത് വ്യക്തികളെ പറ്റി പറയുമ്പോൾ മാത്രമല്ല, നമ്മൾ വസ്തുക്കളെ പറ്റി പറയുമ്പോഴും നമുക്ക് ഓൾഡർ ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ അവിടെ എൽഡർ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൽഡർ എന്നുള്ള വേർഡിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അവനാണ് മൂത്ത ആൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ എൽഡർ നൗണായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള പ്രായക്കൂടുതലുള്ള സീനിയർ സിറ്റിസൺസിനെ നമ്മൾ എൽഡർ പീപ്പിൾ എന്ന് വിളിക്കാറുണ്ട്. എൽഡർ പീപ്പിൾ, അവിടെ നമ്മൾ നൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രായക്കൂടുതലുള്ള ആളുകളെ നമ്മൾ എൽഡർ പീപ്പിൾ എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഈ ഓൾഡർ എന്നുള്ള വേർഡ് കൊണ്ട് നമുക്ക് വസ്തുക്കളെയും കമ്പാരിസൺ ചെയ്ത് പറയാം എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് ആദ്യം ഞാൻ മലയാളത്തിലൊന്ന് പറയാം. ഇപ്പോൾ ഒരാൾ 2 ഷർട്ടുകൾ വാങ്ങിയത് ഒന്ന് കഴിഞ്ഞ മാസവും
ഒന്ന് ഈ മാസത്തിൻ്റെ തുടക്കത്തിലാണെന്ന് വിചാരിക്കുക. അങ്ങനെ 2 ഷർട്ടുകൾ. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ആ 2 ഷർട്ടുകളും താരതമ്യേന പുതിയതാണ്. മറ്റുള്ള ഷർട്ടുകളെ ഉപയോഗിച്ചിട്ട് ഈ 2 ഷർട്ടുകൾ എന്താണ്, പുതിയതാണ്. ഒന്ന് കഴിഞ്ഞ മാസം വാങ്ങിയതാണ്, ഒന്ന് ഈ മാസം തുടക്കത്തിൽ വാങ്ങിയതാണ്. അപ്പോൾ അധികം പഴക്കമൊന്നും 2 ഷർട്ടുകൾക്കുമില്ല. പക്ഷേ ഈ 2 ഷർട്ടുകളെയും താരതമ്യം ചെയ്ത് പറയുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ഞാൻ കഴിഞ്ഞ മാസം വാങ്ങിച്ച ചുവന്ന ഷർട്ടിനാണ് ഈ മാസം വാങ്ങിച്ച നീല ഷർട്ടിനേക്കാൾ പഴക്കം കൂടുതൽ. പ്രായക്കൂടുതൽ നമ്മളവിടെ പറയില്ല, പഴക്കം കൂടുതൽ. പക്ഷെ 2 പുതിയത് തന്നെയല്ലേ. അത്തരം സാഹചര്യത്തിൽ ഒരുപാട് കാലഘട്ടം പഴക്കം വേണമെന്നില്ല. പക്ഷെ താരതമ്യേന ഏതാണ് പഴയത് ഏതാണ് പുതിയത് എന്ന് പറയുന്നിടത്താണ് നമ്മൾ വസ്തുക്കളെ പറ്റി പറയുമ്പോൾ ഓൾഡർ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. ഈ വാചകം നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദ റെഡ് കളർ ഷർട്ട് ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് മന്ത് ഈസ് ഓൾഡർ ദാൻ ദ ബ്ലൂ വൺ. ദ റെഡ് കളർ ഷർട്ട് ദാറ്റ് ഐ ബോട്ട് ലാസ്റ്റ് മന്ത് ഈസ് ഓൾഡർ ദാൻ ദ ബ്ലൂ വൺ. അതായത് ആ ബ്ലൂ കളറുള്ള ഷർട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് കഴിഞ്ഞ മാസം ഞാൻ വാങ്ങിച്ച ചുവന്ന നിറത്തിലുള്ള ഷർട്ട് ഈ മാസം ഞാൻ വാങ്ങിച്ച അല്ലെങ്കിൽ ഈ നീല ഷർട്ടിനേക്കാൾ പഴയതാണ്. അവിടെ നമ്മൾ ഓൾഡർ എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ വസ്തുക്കളെ പറ്റി പറയുന്ന സമയത്തും അവയുടെ കാലപ്പഴക്കം പറയുന്ന സമയത്തും അതിലേറ്റവും പഴയത് ഏതാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓൾഡർ ഉപയോഗിക്കും. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, എൽഡർ എന്നുള്ള വേർഡ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ വ്യക്തികളെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് ഓൾഡർ എന്നും ഉപയോഗിക്കാം, അതുപോലെ തന്നെ എൽഡർ എന്നും നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 വാക്കുകൾ വെച്ചിട്ടും ഒരു 2-3 എക്സാമ്പിളുകൾ മാത്രം ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഹി ഈസ് മൈ എൽഡർ ബ്രദർ. ഹി ഈസ് മൈ എൽഡർ ബ്രദർ. അദ്ദേഹമാണ് എൻ്റെ മൂത്ത സഹോദരൻ. ഹി ഈസ് മൈ എൽഡർ ബ്രദർ. എന്നിട്ട് പറയാണ്, ഹി ഈസ് 4 years ഓൾഡർ ദാൻ മീ. ഹി ഈസ് 4 years ഓൾഡർ ദാൻ മീ. അദ്ദേഹത്തിന് എന്നെക്കാൾ 4 വയസ്സ് പ്രായമുണ്ട്. യെസ്, അവിടെ വ്യത്യാസം നിങ്ങൾ കണ്ടു കാണും. ഫസ്റ്റ് വാചകം എന്ന് പറയുന്നത് എൽഡർ ആണ് ഉപയോഗിച്ചത്, രണ്ടാമത്തെ വാചകത്തിൽ ഓൾഡർ ആണ് ഉപയോഗിച്ചത്. ഹീസ് 4 years ഓൾഡർ ദാൻ മീ. ഓക്കെ, ഇനി മറ്റൊരു വാചകം നമുക്ക് നോക്കാം. ദ ട്രീ ഈസ് ഓൾഡർ ദാൻ മൈ ഗ്രാൻഡ് ഫാദർ. ദ ട്രീ ഈസ് ഓൾഡർ ദാൻ മൈ ഗ്രാൻഡ് ഫാദർ. മരം എൻ്റെ മുത്തച്ഛനേക്കാൾ പ്രായമുള്ളതാണ്. ആ പറഞ്ഞ മരം എൻ്റെ മുത്തച്ഛനേക്കാൾ പ്രായമുള്ളതാണ്. എൻ്റെ മുത്തച്ഛനൊക്കെ ജനിക്കുന്ന കാലത്ത് തന്നെ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ള മരമാണെന്നാണ് ആളുകൾ പറയുന്നത്. ദ ട്രീ ഈസ് ഓൾഡർ ദാൻ മൈ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, അപ്പോൾ ഇതാണ് എൽഡർ ആൻഡ് ഓൾഡർ. ഇതാണ് അവ തമ്മിലുള്ള ബന്ധം, ഇതാണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ആദ്യം പറയാത്തതുകൊണ്ട് നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാതെ പോകരുത്, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.